മഴ നിലച്ച് ജലനിരപ്പ് താഴ്ന്ന പൈങ്ങനാത്തോട്ടിലേക്ക് വ്യാപകമായി മലിനജലം ഒഴുകി. 31-ാം മൈൽ മയിലത്തടിക്കൽ പാലത്തിന് സമീപം സ്വകാര്യ വ്യക്തി കുഴൽക്കിണർ നിർമ്മിച്ചതിന്റെ പാറപ്പൊടിയും ഓയിലും കലർന്ന ജലമാണ് പൈങ്ങനാത്തോട്ടിലേക്ക് ഒഴുകിയത്. കുഴൽക്കിണർ കുഴിച്ചതിനെ തുടർന്നുണ്ടായ പാറപ്പൊടിയും ഓയിലും കലർന്ന മലിനജലം പുഴയിലേക്ക് ഒഴുകിയതോടെ പൈങ്ങനാത്തോട്ടിലെ ജലം പൂർണ്ണമായും ഉപയോഗശൂന്യമായി തീർന്നു. ഇതോടെ ഇവിടെ പ്രവർത്തിക്കുന്ന കുടിവെള്ള പദ്ധതിയും ഉപയോഗശൂന്യമാകുമോ എന്ന ആശങ്കയും പ്രദേശവാസികൾ ഉയർത്തുന്നുണ്ട്. കുടിവെള്ള പദ്ധതിയുടെ കിണർ തോടിന്റെ വശത്താണ് സ്ഥിതി ചെയ്യുന്നത്. മലിനജലം ദിവസങ്ങൾക്കുള്ളിൽ കിണറ്റിലേക്ക് അരിച്ചിറങ്ങി വെള്ളം ഉപയോഗശൂന്യമാകുമോ എന്ന ആശങ്കയും പ്രദേശവാസികൾ പങ്കുവെക്കുന്നുണ്ട്. പ്രദേശത്തെ നിരവധി കുടുംബങ്ങൾ കുടിക്കുന്നതിനും വീട്ടു ആവശ്യങ്ങൾക്കും എടുക്കുന്നത് ഈ കുടിവെള്ള പദ്ധതിയിലെ ജലമാണ്. കൂടാതെ 31-ാം മൈൽ മുതൽ മുണ്ടക്കയം വരെയുള്ള തോടിന്റെ വശത്തെ നിരവധി കുടുംബങ്ങൾ അലക്കുന്നതിനും കുളിക്കുന്നതിനും ഉപയോഗിക്കുന്ന ജലമാണ് പൂർണ്ണമായും മാലിന്യത്തിൽ മുങ്ങി ഉപയോഗശൂന്യമായത്. കൂടാതെ പൈങ്ങനാത്തോടിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതും പതിവാണ്. തോട് മലിനമാക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് 31-ാം മൈൽ സ്നേഹതീരം റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. നൂറുകണക്കിന് ആളുകൾ കുളിക്കുകയും അലക്കുകയും ചെയ്യുന്ന ഈ പൈങ്ങനാത്തോട്ടിൽ ഇത്രയും ഒരു മലിനമായ അവസ്ഥ ഉണ്ടായതിൽ നാട്ടുകാരായ പലരും റെസിഡൻസിന്റെ പേരിൽ കംപ്ലൈന്റ് പറയുകയും അതിനെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു. ഞങ്ങൾ വേണ്ടപ്പെട്ട അധികാരികൾക്ക് വിവരം കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്തിലും മുണ്ടക്കയം CIയിലും നമ്മൾ പരാതി കൊടുത്തു. അതിനെക്കുറിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇന്ന് തികച്ചും വേദനാജനകമായ ഒരു കാര്യം നമ്മുടെ മൈലത്തടിക്കൽ ഉണ്ടായിരിക്കുകയാണ്. നമ്മളുടെ സമീപവാസിയായ ഒരാൾക്ക് വെള്ളം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു കുഴൽക്കിണർ അടിച്ചതായിട്ട് പറയപ്പെടുന്നു. അതിൻ്റെ വേസ്റ്റും മാലിന്യവും അതുമായി ബന്ധപ്പെട്ട ഒലിച്ചിറങ്ങിയ വെള്ളവും അഴുകിയ മലിനമെല്ലാം കൂടി നമ്മുടെ പൈങ്ങനാത്തോട്ടിലേക്ക് വരികയും അപ്രകാരം ആ പൈങ്ങനാത്തോട്ടിൽ കൂടി മലിനമായ അവസ്ഥ ഉണ്ടായപ്പോൾ ജലസ്രോതസ് വളരെയധികം വെള്ളമില്ലാത്തൊരവസ്ഥയിലാണ് പൈങ്ങനാത്തോടുള്ളത്. ഇതിനെ ആശ്രയിച്ച് ഒട്ടനവധിയായ കുടുംബങ്ങൾ അലക്ക് കുളി എല്ലാം നടത്തുന്നതാണ്. അത്തരം ആളുകൾക്കെല്ലാം ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ സമീപവാസി ഇങ്ങനെ പ്രവർത്തിച്ചതിൽ ഇവിടെ ഉണ്ടായിട്ടുള്ള ആളുകളുടെ എല്ലാം പരാതി നമുക്ക് റെസിഡൻസിന്റെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കാര്യങ്ങൾ ബോധ്യപ്പെടുകയും നമ്മുടെ ബന്ധപ്പെട്ട സ്റ്റേഷന് വിവരം അറിയിക്കുകയും മറ്റ് അധികാരികൾക്ക് വിവരങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അധികാരികളുടെ ശ്രദ്ധയ്ക്കും അതുപോലെ തന്നെ ഇത് ചെയ്തയാളുടെ ഒരു ജാഗ്രതയില്ലായ്മ ഗൗരവകരമായ കാണാത്ത ഒരു കാഴ്ചപ്പാടും അധികാരികൾ അയാളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇതിന് തക്കതായ ഒരു പരിഹാരം ഈ പറഞ്ഞ കാര്യത്തിൽ ഉണ്ടാകണമെന്നും മേലും രീതിയിലുള്ള മലിനമാക്കുന്ന ഒരു സംവിധാനക്രമം നമ്മളിൽ നിന്ന് ആരും നിന്നും ഉണ്ടാവാതെ ഉള്ള രീതിയിൽ തടയപ്പെടണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് റെസിഡൻസിന്റെ പേരിൽ ആവശ്യപ്പെടാനായിട്ട്. സംഭവത്തിൽ മുണ്ടക്കയം പോലീസിലും പഞ്ചായത്തിലും ആരോഗ്യവകുപ്പിലും പ്രദേശവാസികൾ പരാതി അറിയിച്ചിട്ടുണ്ട്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നുണ്ടെന്ന് പഞ്ചായത്തും ആരോഗ്യവകുപ്പ് അധികൃതരും അറിയിച്ചു. വേനൽ കടുത്ത കുടിവെള്ളക്ഷാമം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് യാതൊരു നിയന്ത്രണവുമില്ലാതെ പൊതുജലസ്രോതസ് ഉപയോഗശൂന്യമാക്കിയവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.